മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ രേണു സുധി വീണ്ടും കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ മക്കളെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഒറ്റപ്പെട്ട് നമ്മുടെ മൈജി കോണറിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രേണു സുധി പറയുന്നത്, എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, മൈൻഡ് ഓക്കെ അല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം, ഒരു മാസമായി ഞാനിവിടെ വന്നിട്ട്, എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്കെൻ്റെ മക്കളെ കാണണം, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും മറന്നുപോയി, എന്നെ തുറന്നു വിട്, ഞാൻ പൊയ്ക്കോളാം, എന്നോട് എല്ലാവരും ഇവിടെ സ്ട്രോങ് ആകാൻ പറയുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല, ഒരു മാസമായില്ലേ, എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, എന്നെ തുറന്നു വിട്ടോ, ഞാൻ ഇപ്പോൾ പൊക്കോളാം, ആ ഡോറൊന്ന് തുറക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ രേണുസുതി ലൈവിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. ഇന്ന് ഉച്ചയ്ക്കും കൂടി ഇതുപോലെ കരഞ്ഞ് നമ്മുടെ ആദിലയുടെ അടുത്ത് പോയി പറഞ്ഞതാ എനിക്ക് പോകണമെന്ന്. അപ്പോഴേ ആദില പറഞ്ഞതാ, വാ ചേച്ചി, ഞാൻ ബിഗ് ബോസിനോട് പറയാം, ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതി, ക്യാമറയിൽ നോക്കി ഞാൻ പറയാം, ചേച്ചിക്ക് ഡോർ തുറന്നു കൊടുക്കുക, രേണു ചേച്ചിക്ക് പുറത്ത് പോകണമെന്ന്, ഞാൻ ചേച്ചിനെ പുറത്താക്കി തരാമെന്നൊക്കെ നമ്മുടെ ആദില രേണുവിനോട് പറഞ്ഞതാണ്. അപ്പോൾ പെട്ടെന്ന് രേണു പറഞ്ഞത്, എനിക്കിങ്ങനെ പുറത്ത് പോകണ്ട, എനിക്ക് വീക്കെൻഡായിട്ട് ലാലേട്ടനോട് ഞാൻ തന്നെ പറഞ്ഞ് അന്ന് ഞാൻ പൊക്കോളാന്ന്. എന്നിട്ട് ഇതേ രാത്രിയായപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് രേണുസുതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഉച്ചയ്ക്ക് പറഞ്ഞത് എനിക്കിങ്ങനെ പുറത്തു പോകണ്ട, ഡോർ തുറന്ന് പുറത്തു പോകണ്ട, എനിക്ക് ലാലേട്ടനോട് പറഞ്ഞ് വീക്കെൻഡിൽ പോയാൽ മതിയെന്ന്. എന്നിട്ട് ഇപ്പോൾ കരഞ്ഞു പറയുന്നത്, എനിക്കൊന്ന് ഡോർ തുറന്നതാ, ഞാൻ പുറത്ത് പൊക്കോളാന്ന്. എനിക്ക് തോന്നുന്നു പുറത്ത് പ്രേക്ഷകർക്ക് വേണ്ടി കണ്ടന്റ് കൊടുക്കുകയാണോ എന്ന്. കാരണം ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദിൽ അങ്ങനെ ബിഗ് ബോസിനോട് പറയാമെന്ന് പറയുമ്പോൾ സമ്മതിച്ച്, എന്നാ നീ പോയി പറ, എനിക്ക് പുറത്ത് പോകണം, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ മെൻ്റലി വീക്കാണെന്നല്ലേ പറയേണ്ടത്. ആദില അങ്ങനെ പറഞ്ഞ സമയത്ത്, അയ്യോ അങ്ങനെയൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയൊന്നും പോവണ്ട, അങ്ങനെയൊന്നും വിടത്തുമില്ല, എനിക്ക് ലാലേട്ടനോട് പറഞ്ഞു പോയാൽ മതിയെന്ന്. രേണു കരയുന്നതിൻ്റെ കൂടെ പറയുന്നത്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ മക്കളെ കാണണം, കുറച്ച് മധുരവും കൂടി കഴിക്കണം എന്നാണ്. ഇനി ഇവിടുന്ന് ഫുഡൊന്നും അത്രയ്ക്ക് കറക്റ്റായിട്ട് കിട്ടാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല. ഫുഡെന്ന് ഉദ്ദേശിച്ചത് പുള്ളിക്കാരി ഫുഡായിട്ടൊന്നും വലുതായിട്ട് കഴിക്കില്ല, 1-2 ചപ്പാത്തി, 1.5 ചപ്പാത്തിയൊക്കെ വീതമാണ്. പക്ഷേ സ്വീറ്റ് അത്രയ്ക്ക് കിട്ടുന്നില്ല ഇവിടുന്ന്. പാവം നമ്മുടെ രേണു സുധി സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലും മറന്നുപോയെന്നാണ് പറയുന്നത്. ഇനി ഈ വീക്കെൻഡിൽ വന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനിപ്പോൾ സ്ട്രോങ് ആയി പോകുന്നില്ലെന്ന് പറയുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ആദിലയോട് പറഞ്ഞതനുസരിച്ച് ഈ വീക്കെൻഡിൽ ലാലേട്ടനോട് പറഞ്ഞിട്ട് രേണു പുറത്തു പോകുമെന്നാണ്. അതൊക്കെയാണ് നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.